കേരള PSCയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനകത്ത് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ അപ്പോയിൻമെൻറ്റും എക്സാംസിനെയും കുറിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജില്ലാതലം ജനറൽ ജില്ലാതലത്തിനകത്ത് ഇനി അടുത്ത് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ നേരിട്ടും തസ്തികമാറ്റം മുഖേനയുള്ള എക്സാംസ് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എക്സാം അതിൻ്റെ നോട്ടിഫിക്കേഷനും ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വലിയൊരു അവസരം തന്നെയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ +2 ലെവൽ എക്സാം ആയിരിക്കും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ഉണ്ടാവുക. അപ്പോൾ അതിനും സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. പിന്നെ നമ്മുടെ അപ്ഡേറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ അഭിമുഖം നടത്തുന്നതിനെ കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കും അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ NCA കാറ്റഗറി പോലുള്ളതിനൊക്കെയുള്ള അഭിമുഖം നടത്തുന്നതിനെ കുറിച്ച് നമ്മുടെ കേരള PSC പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാധ്യത പട്ടികകൾ, ഏതിൻ്റെ സാധ്യത പട്ടിക എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിൽ ജുഡീഷ്യൽ വകുപ്പിലെ ഡഫേദാർ കാറ്റഗറിയിലുള്ള സാധ്യതാ പട്ടിക ഉടനെ തന്നെ ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചുരുക്ക പട്ടികകൾ വയനാട് ജില്ലയിലെ വിവിധ വകുപ്പുകളിലെ സർജൻ്റ് 1ാം NCA പട്ടിക വിഭാഗത്തിൻ്റെയും കാസർഗോഡ് ജില്ലയിലെ വിവിധ വകുപ്പുകളിലെ LD ക്ലർക്കിൻ്റെ മലയാളം അറിയുന്നവരുടെ നമ്മുടെ NCA കാറ്റഗറി നമ്പരൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, കാറ്റഗറി നമ്പർ 362/2018, 363/18, 364/2018ൻ്റെയും ചുരുക്ക പട്ടിക ഉടനെ തന്നെ ഉണ്ടാകുമെന്നും കേരള PSC അറിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് ഇനി വരാനായിട്ട് പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളെന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ സംസ്കൃതം, അതേപോലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ സംസ്കൃതം ന്യായ, അതേപോലെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെത്, അതുപോലെ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ, നല്ല പോസ്റ്റാണ് ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ, അതുപോലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിളിൻ്റേത്, അതുപോലെ ജനറൽ മാനേജർ, പോലെ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ ഇനി പ്രസിദ്ധീകരിക്കാനായിട്ടുണ്ട്. എന്തായാലും തുടർന്നും കേരള PSC ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് അറിയിക്കുന്നതനുസരിച്ച് നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ഒരു പോസ്റ്റിനെ കുറിച്ചാണ്. നമ്മുടെ +2 ലെവലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ നിയമനത്തെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വരുന്ന നോട്ടിഫിക്കേഷൻസ് അനുസരിച്ച് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഈ നോട്ടിഫിക്കേഷൻ്റെ PDF-ഉം ഫോട്ടോസും ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.